ഒടുവിൽ സർക്കാർ സ്ഥാപനങ്ങൾ റവന്യൂ ടവറിന്റെ കുടക്കീഴിലേക്ക്. മട്ടന്നൂരിൽ നിർമ്മിച്ച റവന്യൂ ടവറിലേക്ക് ഏപ്രിൽ അവസാനത്തോടെ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകൾ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കെ ശൈലജ MLA. ബാക്കിയുള്ളവ ഈ വർഷം അവസാനത്തിനുള്ളിലും പ്രവർത്തനം ആരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട് MLAയുടെ അധ്യക്ഷതയിൽ മട്ടന്നൂരിൽ യോഗം ചേർന്നു. മട്ടന്നൂരിൽ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിലാക്കാൻ നിർമ്മിച്ച റവന്യൂ ടവറിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷത്തിലധികമായിട്ടും സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് ഗ്രാമിക ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിരവധി തവണ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒടുവിലാണ് MLAയുടെ അധ്യക്ഷതയിൽ കളക്ടർ അരുൺ കെ വിജയൻ, നഗരസഭാ ചെയർമാൻ N ഷാജിത്ത്, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം ചേർന്നത്. യോഗത്തിൽ പ്രധാനപ്പെട്ട ഓഫീസുകൾ ഈ വർഷം ഏപ്രിൽ 23 മറ്റ് ഓഫീസുകൾ ഘട്ടം ഘട്ടമായി ഈ വർഷം അവസാനത്തിനുള്ളിലും പ്രവർത്തനം ആരംഭിക്കും. വൈദ്യുതീകരണം പൂർത്തിയായി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങാൻ സാധിക്കും. തുടങ്ങുക എന്ന് വെച്ചാൽ ഒറ്റ അടിക്ക് എല്ലാ ഓഫീസും തുടങ്ങാനല്ല, ഓരോ ഓഫീസായിട്ട് ഇതിനകത്ത് വന്ന് അവർക്ക് അതിൻ്റെ ക്രമീകരണം നടത്താൻ ആവശ്യമായ സൗകര്യം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അത് ചെയ്യുന്നതിനുള്ള തീരുമാനമാണ് ഇന്നെടുത്തിട്ടുള്ളത്. അതിൽ ഞങ്ങൾ ആലോചിച്ചു, ഇപ്പോൾ ഈ വിഷുവൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് അവധി ദിവസമൊക്കെ വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഏപ്രിൽ 15 മുമ്പ് നമ്മൾ ആദ്യം ആലോചിച്ചതാണ്. അത് കുറച്ച് അവധി ദിവസമൊക്കെ വരുന്നതുകൊണ്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഓഫീസുകൾക്ക് ആദ്യം തന്നെ കയറാനും അവരുടെ പ്രവർത്തനത്തിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാനുമുള്ള അവസരം ഏപ്രിൽ 23 വരെ കൊടുത്തിരിക്കുകയാണ്. ഏപ്രിൽ 23 അവിടെ പ്രധാനപ്പെട്ട ഓഫീസുകൾ പ്രവർത്തനം ആരംഭിക്കും. പിന്നെ തുടർച്ചയായിട്ട് ഓരോ ഓഫീസായിട്ട്, അത് ചിലപ്പോൾ ഒരു വർഷക്കാലം കൊണ്ടാണ് എല്ലാ ഓഫീസുകളും അവിടെ പ്രവർത്തനം തുടങ്ങുക. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഓഫീസുകൾ, ഇപ്പോൾ ലാൻഡ് അക്വിസിഷൻ പോലുള്ള തഹസിൽദാറിൻ്റെ ഓഫീസൊക്കെ ഉണ്ട്. അത്തരം ചില ഓഫീസുകൾ ആദ്യം അവിടെ അതിന് പ്രവർത്തനം തുടങ്ങാൻ ആവശ്യമായ സംവിധാനം ഏപ്രിൽ 23 ഒരുക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ വൈദ്യുതി സംബന്ധിച്ചുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞു. ഓരോ വകുപ്പിനുമാണ് അതത് ഓഫീസുകളുടെ ഫർണിഷിംഗ് ചുമതലയുള്ളത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഓഫീസുകൾ ഇവിടേക്ക് പ്രവർത്തനം ആരംഭിക്കുമെന്നും ഓരോ ഓഫീസുകൾക്കുമുള്ള സ്ഥലങ്ങൾ നേരത്തെ അനുവദിച്ചതാണെന്നും MLA പറഞ്ഞു. 2019 ഒക്ടോബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ട റവന്യൂ ടവർ 2024 ഫെബ്രുവരി 24 റവന്യൂ മന്ത്രി നേരിട്ടെത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. മട്ടന്നൂരിൻ്റെ പല ഇടങ്ങളിലായി വാടക കെട്ടിടങ്ങളിലും മറ്റുമായി ചിതറിക്കിടക്കുന്ന 15 സർക്കാർ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിലാക്കാൻ ലക്ഷ്യമിട്ട് പണിതതാണ് റവന്യൂ ടവർ. 3 ഏക്കർ സ്ഥലത്ത് 5 നിലകളിലായി 5234 ചതുരശ്ര മീറ്ററിൽ കിഫ്ബി സഹായത്തോടെ 34.3 കോടിയോളം രൂപ ചെലവിട്ടാണ് കെട്ടിടം നിർമ്മിച്ചത്. 1-ാം നിലയിൽ AEO ഓഫീസ്, SSA, BRC, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസ്, ലീഗൽ മെട്രോളജി ഓഫീസ് എന്നിവയ്ക്കും 2-ാം നിലയിൽ ICDS ഓഫീസ്, കിൻഫ്ര ലാൻഡ് അക്വിസിഷൻ ഓഫീസ്, മെൻ്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ്, മട്ടന്നൂർ എക്സൈസ് സർക്കിൾ ഓഫീസ് എന്നിവയും 3-ാം നിലയിൽ വിമാനത്താവള ലാൻഡ് അക്വിസിഷൻ ഓഫീസ്, RTO എൻഫോഴ്സ്മെൻറ്റ് ഓഫീസ്, പഴശ്ശി ഇറിഗേഷൻ വെക്ടർ കൺട്രോൾ ഓഫീസ്, ആർക്കിയോളജി ഓഫീസ്, മൈനർ ഇറിഗേഷൻ ഓഫീസ് എന്നിവയ്ക്കുമാണ് റവന്യൂ ടവറിൽ പ്രവർത്തനാനുമതി ലഭിച്ചത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.